ഹലോ ഫ്രണ്ട്സ്, ഓണത്തിൻ്റെ തലേദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. മമ്മിയായിരിക്കും മുൻകൈ എടുക്കുക കറികൾ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓണത്തിൻ്റെ തലേദിവസം രാവിലെ തന്നെ പണികൾ തുടങ്ങും. പിന്നെ പൂക്കളത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങും. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളെല്ലാവരും പൂക്കളരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കും. ആൻറ്റി ആയിരിക്കും പൂക്കളത്തിൻ്റെ ഡിസൈൻ കണ്ടുപിടിക്കണതും പൂക്കളം ഇടണതൊക്കെ. എല്ലാ കൊല്ലം ആൻറ്റിയാണ് പടം വരയ്ക്കാറുള്ളത്. ഇപ്രാവശ്യം പൂക്കളം വരച്ചത് വീടിനടുത്തുള്ള മാളുമാണ്. പൂക്കളൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആക്കലാണ് എൻ്റെ പണി. പിന്നെ വീഡിയോ പിടിക്കണതും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടപുഷ്പം നന്നാക്കാൻ എനിക്ക് കുറച്ച് മടിയാണ്. കാരണം അത് അടർത്തിയെടുക്കാനൊക്കെ കുറച്ച് പാടാണല്ലോ. വൈറ്റ് കളർ പൂവുണ്ടായിരുന്നെങ്കിലും അത് തികഞ്ഞില്ല. അപ്പം ഞങ്ങൾ കല്ലുപ്പാണ് ഇട്ടത്. പിന്നെ ഈ ഗണപതിക്ക് ഔട്ട്ലൈനൊക്കെ കൊടുത്തില്ല, ഒരു പച്ച കളറ്, അത് കല്ലുപ്പ് കളർ കയറ്റിയതാണ്. രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ. ഗണപതിയാണ് ഈ ഒരു പൂക്കളത്തിൻ്റെ ഹൈലൈറ്റ്. പൂക്കൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇതല്ലേ. അപ്പോൾ മൊത്തത്തിൽ കുറേ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഭംഗി തോന്നി, എന്തായാലും ഒരു വീഡിയോ പിടിക്കാം. അപ്പോൾ അങ്ങനെ വീടും മൊത്തത്തിൽ അങ്ങോട്ടൊന്നൊരു വീഡിയോ പിടിച്ചു. രാത്രി 12 മണിക്ക്. ഞങ്ങൾക്ക് ശരിക്കും ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എന്ത് പരിപാടി കഴിഞ്ഞാലും ഫോട്ടോ വീഡിയോയും ഞാൻ എന്തായാലും എടുക്കും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരാരും ഉറങ്ങിയിട്ടില്ല. എല്ലാവരും ഈ പൂക്കളിടാണ് പരിപാടി തന്നെയാണ്. തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്, വിഷ്ണുപുരം ബസ് സ്റ്റോപ്പ്. അവനിപ്പോൾ അവിടേക്കാണ് ഓടണേ പൂക്കളം കാണാനായിട്ട്. ഇവർ ചെയ്ത പൂക്കളത്തിൻ്റെ ഫോട്ടോ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ പട്ടിശല്യം കൂടുതലുള്ളതുകൊണ്ട് പൂക്കളം കൊളാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കസേര വെച്ചത്. പിന്നെ ഞങ്ങളുടെ പ്രഹസനവും എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. അങ്ങനെ ഓണായി. സദ്യ കഴിക്കാൻ മമ്മി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മമ്മി രാവിലെ മുതൽ കറികൾ ഉണ്ടാക്കാൻ തുടങ്ങിയതാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലേദിവസം മുതൽ കറികൾ ഉണ്ടാക്കാൻ തുടങ്ങിയതാന്ന് തന്നെ പറയാം. തലേദിവസം മോരുകറി, ഇഞ്ചംപുളി, അച്ചാറ് അതൊക്കെ മമ്മി തലേദിവസം തന്നെ ചെയ്തു വയ്ക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ രാവിലെയാണ് ചെയ്യാറുള്ളത്. മമ്മിക്ക് കറികൾ വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡാണ്. വേഗം കറികൾ വെച്ച് കഴിയും. ഓണായതുകൊണ്ട് തന്നെ മമ്മി എല്ലാ കറികളും ഉണ്ടാക്കും. കാണാൻ മാത്രമല്ല കേട്ടോ ഭംഗി, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പൈനാപ്പിൾ കറിയൊക്കെ തന്നെ ഇരുന്ന് കഴിക്കാം, അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റാണ്. ഇതാണ് കേട്ടോ പൈനാപ്പിൾ കറി. ഇത് കഴിയണത് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഓണത്തിന് സദ്യ കഴിക്കാൻ റെഡി. എല്ലാ കൊല്ലം ഞങ്ങൾ ഓണത്തിന് ഒരേ കളർ തീമുള്ള ഡ്രസ്സുകൾ തയ്പ്പിക്കാറാണ് പതിവ്. ആൻറ്റിയാണ് ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസ് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞങ്ങളുടെ ഒരു ഫോട്ടോ സെക്ഷൻ ആയിരിക്കും, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും സദ്യ കഴിക്കാനിരിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ചാനലിലെ ഷോർട്സൊക്കെ കണ്ട് ലൈക്കും ഷെയറും ചെയ്തോളോ. വീഡിയോസ് കാണുമ്പോൾ അതിന് കമൻസും ചെയ്തോളോ. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളോ. ബൈ.